പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ദിവസം ഹോസിയ 14 ഒന്നാം തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. ഇസ്രായേൽ, നിന്റെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരിക. നിന്റെ അകൃത്യങ്ങൾ മൂലമാണ് നിനക്ക് കാലിടറിയത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ ഈശോ നമുക്ക് കാണിച്ചു തരികയാണ്. തിരിച്ചു വരുവാൻ എന്നോടും നിങ്ങളോടും പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് ഇസ്രായേൽ അവർ ചെയ്ത പാപങ്ങൾ മൂലമാണ് ആ ദൈവത്തിൽ നിന്ന് അകലുവാനായിട്ട് ഇടവന്നത്. ആ ഇസ്രായേൽ ജനത്തോട് ഈശോ പറയുകയാണ്, നീ നിന്റെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരിക എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതേ വാക്കുകളാണ് ഇന്ന് എന്നോടും നിങ്ങളോടും ദൈവം പറയുന്നത്, സംസാരിക്കുന്നത്. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് എന്നുള്ളൊരു ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. ഞാനും നിങ്ങളും ദൈവത്തിൽ നിന്ന് അകന്ന് ലോകൈക സുഖങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികളാണോ, നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ ആ മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാൻ, പാപത്തിൻ്റെ ആ മ്ലേച്ഛതകളിൽ നിന്നും ലോകത്തിൻ്റെ സുഖങ്ങളിൽ നിന്നും വിട്ടൊഴിഞ്ഞ് ദൈവമായ യേശുക്രിസ്തുവിലേക്ക്, രക്ഷകനായ ദൈവത്തിലേക്ക് തിരിച്ചു വരുവാൻ എനിക്കും നിങ്ങൾക്കും ഒരു മാനസാന്തരത്തിലൂടെ സാധിക്കണം പ്രിയപ്പെട്ടവരെ. അതിന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു കൂദാശയാണ് കുമ്പസാരം. കുമ്പസാരം എന്ന കൂദാശയിലൂടെ മാനസാന്തര ജീവിതത്തിലേക്ക് വീണ്ടും നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കണം പ്രിയപ്പെട്ടവരെ. ഓരോ കുമ്പസാരവും ഞാനും നിങ്ങളും കഴിയുമ്പോൾ നമ്മൾ ഏറ്റുപറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, മനസ്താപ പ്രകരണം. ഓരോ മനസ്താപ പ്രകരണവും ഞാനും നിങ്ങളും ചെല്ലുമ്പോൾ അതിൽ ഏറ്റവും അവസാനം പറയുന്നുണ്ട്, ഇനി മരിക്കേണ്ടി വന്നാൽ പോലും ദൈവമേ, ഞാൻ ഈ പാപം ചെയ്യുകയില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും തീരുമാനമെടുക്കുവാനായിട്ട് സാധിക്കണം. ഇനി മരിക്കേണ്ടി വന്നാൽ പോലും എൻ്റെ യേശുവിൽ നിന്ന് അകന്നു പോകുന്ന വിധത്തിലുള്ള ഒരു പാപത്തിലും ഇടയാകാൻ, ഒരു പാപം ചെയ്യുവാനും എൻ്റെ ശാരീരിക മനുഷ്യനെ അനുവദിക്കരുതേ ഈശോയെ എന്ന് എനിക്കും നിങ്ങൾക്കും പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഈശോ പറയുന്നത് ഇങ്ങനെയാണ്, നിന്റെ അകൃത്യങ്ങൾ മൂലമാണ് നിനക്ക് കാലിടറിയെന്ന്. പ്രിയപ്പെട്ടവരെ, ആ അകൃത്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് ഇനി എൻ്റെ കാലിടറാൻ ഇടവരരുതേ പിതാവേ എന്ന് പ്രാർത്ഥിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അങ്ങനെ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിലേക്ക് ചൊരിയപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കാലിടറാതെ ഈശോയിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ തിരുവചനം പറയുന്നു, 1 തെസ്സലോനിക്യ 5:17, ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ നിന്ന്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമുക്ക് ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ സാധിക്കണം, ആ ഈശോയോട് കൂടെ ചേർന്ന് നിൽക്കുവാൻ. ഹല്ലേലൂയ, ആമേൻ.